പുതിയ ഡിസൈനൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഡിസൈൻ്റെ പിന്നിലുള്ളതും താങ്കളുടെ മകനെ പോലെ ചിലരാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എൻ്റെ മകൻ അവൻ്റെ ഫ്രണ്ട് അമലും ഉണ്ട്, ആദിത്യനും അമലും. ഇവർ രണ്ടുപേരും കമൻട്രി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓട്ടോമൊബൈൽ ഡിസൈനിങ് പഠിച്ചതാണ്. അപ്പോൾ ഇവർ വേറെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു നല്ല കളർ അടിക്കണം എന്ന് തീരുമാനിച്ചു. ഈ കളറിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എൻ്റെത് തന്നെയാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചു വരപ്പിക്കാൻ. അവർ പ്രൊഫഷണലായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ വരയ്ക്കാൻ പറ്റും. എനിക്ക് ഈ വെള്ള പേപ്പറിൽ ഒരു പേന വെച്ചിട്ട് ഇങ്ങനൊരു വര, അങ്ങനൊരു വരയെന്നൊക്കെ പറയാനേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഞാനാണെങ്കിലും അതിനെ പെർഫെക്റ്റ് കണ്ടീഷനിലേക്ക് അത് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നവരാണ്. അപ്പോൾ അത് ഞാൻ സജഷൻ കൊടുക്കും. അവർ പല പല ഡിസൈൻ തരും. ഇതിൽ നിന്ന് നല്ല നോക്കി അങ്ങനെയാണ് ഈ ട്രൈ കളർ വണ്ടി സെലക്ട് ചെയ്യുന്നത്. അതൊരു വലിയ അട്രാക്ഷനായിട്ട് വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ ഞാനൊരു കലാകാരനാണ്. കാരണം എനിക്ക് ഇത് വരച്ച് കാണിക്കുമ്പോൾ, ഇവർ കമ്പ്യൂട്ടറിൽ വരച്ച് കാണിക്കുമ്പോൾ ഇത് വലിയ വണ്ടിയിൽ അടിച്ചു വരും നന്നായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ട്. വണ്ടിയോടുള്ള സ്നേഹവും പിന്നെ വണ്ടിയുടെ വലിപ്പവും അതിൻ്റെ ഒരു മനസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കണം പുറത്ത് വരുമ്പോൾ. ഒരു സിനിമാ സംവിധായകനെ പോലെയാണ്. ഒരു സിനിമ എങ്ങനെയായിരിക്കും പുറത്ത് വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്നുള്ള കാര്യം അറിയുന്ന പോലെ പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇതെങ്ങനെയായിരിക്കണമെന്ന് എനിക്കൊരു ധാരണയുണ്ട്.